കുട്ടിക്കാനത്ത് മഴ പെയ്യുകയായിരുന്നു. വടക്കേടത്ത് തറവാടിന്റെ തുരുമ്പിച്ച ഇരുമ്പ് ഗേറ്റിലേക്ക് കാർ നിർത്തുമ്പോൾ ഞാൻ ഒറ്റക്കാണ്. മുത്തശ്ശൻ മരിച്ച ശേഷം 15 വർഷമായി. ആ നാലുകെട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. തിണ്ണയിൽ വേലായുധൻ കാത്തുനിന്നു. തെക്കേ മുറിയിൽ നിലവിളക്കുണ്ട്. അത് അണയരുത് കുഞ്ഞുണ്ണി. അയാൾ മന്ത്രിച്ചു. ഇരുട്ടിൽ ചിലങ്കയുടെ ശബ്ദമോ പൂക്കളുടെ മണമോ കേട്ടാൽ വാതിൽ തുറക്കരുത്. പറമ്പിലെ പാലമരം ഇത്തവണ നേരത്തെ പൂത്തിട്ടുണ്ട്. ആ വൃദ്ധൻ മഴയത്തേക്ക് നടന്നുപോയി. വീടിനകം പഴയ തടിയുടെയും കർപ്പൂരത്തിന്റെയും മണത്തിൽ ഒറ്റപ്പെട്ടു നിന്നു. പാതിരാത്രിയായപ്പോൾ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ കാറ്റ് നിലവിളിച്ചു. അപ്പോഴാണ് ആ മണം വന്നത്. ഓക്കാനം വരുന്നത്ര മധുരമുള്ള ഒരു ഗന്ധം. യക്ഷിപ്പാലയുടെ മണമായിരുന്നു അത്. മുല്ലപ്പൂവിന്റെയും ചീയഞ്ഞ മാംസത്തിന്റെയും ഗന്ധം. ഞാൻ മരവിച്ചുപോയി. പെട്ടെന്ന് വിളക്ക് ആളിക്കത്തി. തീ നീലയായി, പിന്നെ അണഞ്ഞു. കൂരിരുട്ട്. വിറക്കുന്ന കൈകളോടെ ടോർച്ച് തെളിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാന വാതിലിൽ ആരോ മുട്ടുന്നു.